രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ലെബനൻ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളിൽ വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ലെബനീസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ലെബനീസ് തടവുകാരുടെ കാര്യം. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ലെബനൻ സർക്കാരിന്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് നഈം ഖാസിം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിമർശനം? ഇത് ലെബനന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്കാദ്യം വിഷയത്തിലേക്ക് വരാം. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവായ ഷെയ്ഖ് നഈം ഖാസിം ലെബനൻ സർക്കാരിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജയിലുകളിൽ നിരവധി ലെബനീസ് പൗരന്മാർ തടവുകാരായി കഴിയുന്നുണ്ട്. ഇവരെ മോചിപ്പിക്കാൻ ലെബനൻ സർക്കാർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരാതി. സാധാരണഗതിയിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെയാണ് തടവുകാരുടെ കൈമാറ്റം നടക്കാറുള്ളത്. എന്നാൽ ഇവിടെ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്നും സ്വന്തം പൗരന്മാരെ തിരികെ എത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്നുമാണ് ഹിസ്ബുള്ളയുടെ വാദം. വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി ഇത് സർക്കാരിന്റെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇവിടെ ഷെയ്ഖ് നഈം ഖാസിം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് തടവുകാരുടെ മോചനം എന്നത് വെറുമൊരു മാനുഷിക പ്രശ്നമല്ല, മറിച്ച് അത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണ് എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു രാജ്യത്തെ പൗരന്മാർ ശത്രു രാജ്യത്തിന്റെ ജയിലിൽ കഴിയുമ്പോൾ അവരെ മോചിപ്പിക്കാൻ സാധിക്കാത്തത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള വെല്ലുവിളിയാണ്. സ്വന്തം പൗരന്മാർക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത ഭരണകൂടം എങ്ങനെയാണ് രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുക എന്ന ചോദ്യമാണ് അദ്ദേഹം പരോക്ഷമായി ചോദിക്കുന്നത്. ഇതൊരു വൈകാരികമായ വിഷയം കൂടിയാണ്. തടവുകാരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നതിലൂടെ ജനങ്ങളുടെ വികാരം സർക്കാരിനെതിരെ തിരിക്കാനും ഈ പ്രസ്താവനയ്ക്ക് സാധിച്ചേക്കാം. വിമർശനങ്ങൾക്കപ്പുറം എന്താണ് ഇതിനുള്ള പരിഹാരമായി ഹിസ്ബുള്ള നിർദ്ദേശിക്കുന്നത്? ഷെയ്ഖ് നഈം ഖാസിം ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ശക്തമാക്കണം എന്നാണ്. ഇസ്രായേലിനെ പോലൊരു രാജ്യത്തോട് സംസാരിക്കുമ്പോൾ സാധാരണ നയതന്ത്രം മാത്രം പോരാതെ വരും. ഐക്യരാഷ്ട്രസഭ, മനുഷ്യാവകാശ സംഘടനകൾ, മറ്റു വൻശക്തി രാജ്യങ്ങൾ എന്നിവരുടെ സഹായത്തോടെ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ലെബനൻ സർക്കാർ തയ്യാറാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നിലവിൽ ലെബനൻ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന മെല്ലെപ്പോക്ക് നയം മാറ്റണമെന്നും അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉച്ചത്തിൽ സംസാരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ലെബനൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു പ്രസ്താവനയാണിത്. ഒരു വശത്ത് ഇസ്രായേലുമായുള്ള സംഘർഷം, മറുവശത്ത് ആഭ്യന്തരമായുള്ള ഇത്തരം വിഷയങ്ങൾ. സർക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഹിസ്ബുള്ളയുടെ ഈ സമ്മർദ്ദം തടവുകാരുടെ മോചനത്തിനായുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുമോ, അതോ ഇത് ലെബനിലെ രാഷ്ട്രീയ ഭിന്നതകൾ കൂടുതൽ വഷളാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു രാജ്യം എന്ന നിലയിൽ ലെബനൻ സർക്കാർ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടോ, അതോ അന്താരാഷ്ട്ര തലത്തിലുള്ള പരിമിതികളാണോ ഇതിന്റെ കാരണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്